വാഹനം യൂസ് ചെയ്യുന്ന പലരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് വാഷ് ചെയ്യുക എന്നുള്ളത്. കാരണം വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എന്നാൽ വാഷിക്ക് നമുക്ക് സിമ്പിൾ ആക്കിയാലോ. വാ, ദേ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മുതൽ അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഹൈ പ്രഷർ വാഷറാണ് നമ്മൾ ഈ കാണുന്നത്. പിടിച്ചുകൊണ്ടൊക്കെ നടക്കാൻ പറ്റും. ഏതായാലും അത്യാവശ്യം ഒരു പോർട്ടബിൾ സൈസ് തന്നെയാണ്. 180 വാട്ട്സ് ആണ് വരുന്നത്. 120 ബാർ പ്രഷറാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് ഇവനെ പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. യെസ്, അപ്പം ഞാൻ ദേ പറഞ്ഞ ഈ കാണുന്ന അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ്. നമുക്കിവനെ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു യൂസർ മാനുവൽ കാണാൻ സാധിക്കും. ഒരു ഔട്ട്ലെറ്റ് ഹോസ് 8 മീറ്റർ ലെങ്ത് ആണ് ഈ ഒരു ഹോസിന് വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇൻലെറ്റ് ഹോസ്. ഇതൊരു 3 മീറ്റർ നീളം വരുന്ന ഹോസാണ്. പ്രഷർ ഗണ്ണാണ് നമുക്ക് ഈ കാണാൻ സാധിക്കും. അടുത്ത് വരുന്നത് ഇതിൻ്റെ കണക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ പൈപ്പിൻ്റെ കണക്ടർ വരുന്നുണ്ട്, ബക്കറ്റിലോട്ട് ഇടുന്ന സമയത്ത് വരുന്ന കണക്ടർ വരുന്നുണ്ട്. അങ്ങനത്തെ എല്ലാം കണക്ടർ വിത്ത് ഫിൽറ്റർ ആണ് വരുന്നത്. ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ബോട്ടിലാണ്. ഇതൊരു 350 ml ബോട്ടിലാണ്. എക്സ്റ്റൻഡർ ആണ് നമ്മുടെ മെയിൻ ഐറ്റം. അതായത് നമ്മുടെ ഹൈ പ്രഷർ പമ്പ്. അങ്ങനെ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ യൂസർ മാനുവലിൽ നമുക്കിത് എങ്ങനെയൊക്കെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ കാണുന്നൊരു ഫിൽറ്ററാണ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. ഈ ഫിൽറ്റർ ഈ ഒരു സൈഡിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ 2 സൈഡിലും ഉണ്ടെങ്കിൽ പോലും ഇത് ഇൻലെറ്റാണ്. അവിടെ മാത്രമേ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് കൈ ഉപയോഗിച്ച് തന്നെ അതേ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. കഴിഞ്ഞു, ഈ പരിപാടി കഴിഞ്ഞു. അത് ടൈറ്റായി. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിലോട്ട് കയറുന്നത്. അതായത് ഇതൊരു ലോക്കാണ് വരുന്നത്. ഇത് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് മെക്കാനിസം നടക്കുകയാണ്. ഇവിടെ കൊണ്ടുവരിക, അതേ ഇതിങ്ങോട്ട് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ തീർന്നു, ടൈറ്റായി. ഇനി ഇവിടെ എന്താണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഈ ഹോസ് കണക്ട് ചെയ്യേണ്ടത്. ഹോസ് കണക്ട് ചെയ്യാനും സിമ്പിളാണ്. ഇതഴിക്കുക, ഇതിനകത്തോട്ട് കയറ്റിയിടുക. ഈ ഹോസിനെ ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റുക. ഓക്കെ, ഫുൾ ഇൻസേർട്ട് ചെയ്യുക. ഫുള്ള് കയറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവനിങ്ങനെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കയറിയിട്ടുണ്ട്. ഇനി നേരെ ഇതിവിടെ കൊണ്ടുവരിക. ബാക്കിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ടായി, ടൈറ്റാണ്. കണക്ട് ചെയ്യാൻ ഇങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. അടുത്ത് വരുന്ന ഈ ഒരു ഹോസാണ് വരുന്നത്. ഒരു ഔട്ട്ലെറ്റ് ഹോസാണ് ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. 8 മീറ്റർ ലെങ്ത് ഉണ്ട് ഈ ഒരു പൈപ്പിന്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും ദൂരമാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാഹനം ചുറ്റി നമുക്കൊന്ന് വാഷ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഈ ഗണ്ണിലോട്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഫുൾ ഇൻസേർട്ടായെന്ന് ഉറപ്പ് വരുത്തിക്കോണം. ഫുൾ ഇൻസേർട്ട് ആയതിനു ശേഷം ഇത് ടൈറ്റ് ചെയ്യുക. 3 മോഡുകൾ ഇതിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ലോ മോഡ് വരുന്നുണ്ട്, ഇതൊരു മീഡിയം മോഡാണ്, ഇത് ഹൈ പ്രഷർ മോഡ്. അങ്ങനെ 3 മോഡുകൾ നമുക്കിത് കിട്ടുന്നുണ്ട്. ഈ റോഡ് കൊടുത്തിരിക്കുന്ന ഒരു എക്സ്റ്റൻഡറാണ്. നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ അഴിച്ചെടുത്താൽ മതി. ഇങ്ങനെ അഴിച്ചെടുത്ത് ഈ ഒരു കണക്ടർ ഇവിടെ കണക്ട് ചെയ്യണം. അതിനുശേഷം ഇതിവിടെ ഫ്രണ്ടിലും കണക്ട് ചെയ്താൽ ഇത്രയും ലെങ്താണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ് കണക്ട് ചെയ്തു, ഫിൽറ്ററും കണക്ട് ചെയ്തു. നേരെ നമ്മുടെ ഈ ബക്കറ്റിലോട്ട് ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് എയർ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കയറിപ്പോകുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, ഇപ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിട്ടുണ്ട്. അതായത് പ്രഷർ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പമ്പ് ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ആണ്. ഇനി ഞാൻ എപ്പോൾ പ്രസ് ചെയ്യുന്നു അന്നേരം ഇത് ഓൺ ആവത്തുള്ളൂ. ഓണായി, ഓഫായി. അതായത് ഞാൻ പ്രസ് ചെയ്ത ഓണ്, വിട്ടാൽ ഓഫ്. പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നൊരു കാര്യം കൂടെ കണ്ടോണം. വേണ്ടേ, ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രഷർ ഗേജാണ്. ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രഷർ വരുന്നത് കാണാം. ഈ ഒരു പ്രഷർ ഒരു കാരണവശാലും താഴോട്ട് ഈ റെഡിൻ്റെ ഭാഗത്തോട്ട് പോകരുത്. നോക്കിക്കോണം, ഇവിടം വരെ നോർമലാണ്. ഇതിൻ്റെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എവിടെയോ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ടാണ് ഓവറായിട്ട് പ്രഷർ വരുന്നത്. അപ്പോൾ ഏതായാലും എല്ലാം ഓക്കെയാണ്. നമുക്കിനി ഈ കാറൊന്ന് വാഷ് ചെയ്താലോ. നമുക്ക് ആംഗിൾ മാറ്റാൻ പറ്റും, കണ്ടോ. പൊടിയൊക്കെ ആദ്യം കളയാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണിത്. അങ്ങനെ ചെളിയും കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് ക്ലീൻ ആകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഒന്ന് വെള്ളം അടിച്ച് ഇതിൻ്റെ പുറത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഫോം ചെയ്യാം. വാഷ് ചെയ്യാനുള്ള ലിക്വിഡ് നമ്മൾ ഇതിലോട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചേറെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്തൊന്ന് കലക്കുക. അതായത് പതപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കുക മാത്രം ചെയ്യാവുള്ളൂ. ഇത് ക്ലോസ് ചെയ്യുക, നേരെ ഇടുക, തിരിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ആയി. വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് ഇവിടെ കയറുക നോക്കിയാൽ മതി. ഇപ്പോൾ ആ ലോക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് ഒന്ന് മേളിലോട്ട് പ്രസ് ചെയ്ത് ബാക്കിലോട്ട് വലിച്ചാൽ തീർന്നു. ഇതിനകത്തോട്ട് കയറ്റാനാണെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി ഇത് നമുക്ക്
യൂസ് ചെയ്ത് നോക്കാം. അതെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഫോം ഞാൻ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള 2 മെയിൻ കാര്യമുണ്ട്. അതായത് നിങ്ങളൊരു വാഹനം സ്വന്തമായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് 3 മൈക്രോ ഫൈബർ ക്ലോത്ത് നിങ്ങളുടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. 1 നമ്മുടെ ബോഡി തുടയ്ക്കാൻ വേണ്ടിയിട്ട്, 2 ഗ്ലാസുകൾ തുടയ്ക്കാൻ വേണ്ടി, 3 ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഫോം ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം വാഷ് ചെയ്യാവുള്ളൂ. ഇങ്ങനെ 3 ക്ലോത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. പൊതുവേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, പുറത്തൊക്കെ നമ്മൾ വാഷ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇല്ലാത്ത പല സ്ക്രാച്ചസും നമ്മുടെ വാഹനത്തിൽ വരാറുണ്ട്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇടുക. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 4400 രൂപ റേഞ്ചിനകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു മോഡലാണ്. ട്രാൻസ്പോർട്ട് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പണി കഴിഞ്ഞ് അന്നേരം തന്നെ ഇതെല്ലാം എടുത്ത് ചുറ്റി ആ ബോക്സിൽ തന്നെ വെക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുഴഞ്ഞു കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധനം വർക്ക് കഴിഞ്ഞിട്ട് എല്ലാം ചുറ്റി മാറ്റി ഒരു സ്ഥലത്ത് വെക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്കൊന്ന് അറിയണം. കാരണം ഇതുപോലെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ബക്കറ്റൊക്കെ എടുത്ത് വെച്ച് ഏകദേശം ഒരു 4 ബക്കറ്റ് വേണ്ടി വന്ന് എനിക്ക് ഈ വാഹനം ഫുള്ളൊന്ന് വാഷ് ചെയ്യും. കാരണം ഒരു 1.5 മാസത്തിന് മുകളിലായി ഞാൻ ഈ വാഹനം വാഷ് ചെയ്തിട്ട്. കാരണം ഇതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ചൊന്ന് പൊടി ആയിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ടായിരുന്നു. അപ്പം അത്രയും വെള്ളം വേണ്ടി വന്നു. ചിലപ്പം നിങ്ങൾ റെഗുലറായിട്ട് ആഴ്ചയിൽ ഒന്നൊക്കെ വാഷ് ചെയ്യുന്നൊരു വ്യക്തികളാണെങ്കിൽ 2 ബക്കറ്റ് വെള്ളം കൊണ്ട് തന്നെ പരിപാടിയെല്ലാം തീരും. ഏതായാലും സംഗതി കൊള്ളാം. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രോഡക്റ്റായിട്ട് ടാഗ് ചെയ്തും കൂടി ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടി ഇട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.